ഹലോ മക്കൾസ്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബയോളജിയിലെ ബേസിക് സയൻസിലെ ബയോളജിയിലെ പ്രഡിക്ഷൻ പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ബയോളജിയിലെ ബേസിക് സയൻസിലെ ബയോളജിയിൽ പ്രധാനമായിട്ടും 3rd 4th ചാപ്റ്ററുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ സാർ ഫസ്റ്റ് രണ്ട് ചാപ്റ്റർ 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഓക്കെ, അപ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് 3rd ചാപ്റ്ററും 4th ചാപ്റ്ററും വളരെ കണ്ണിങ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 3rd ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പ്രഡിക്റ്റ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മൾ ലെറ്റ്സ് റീഗെയിൻ ആ ഫീൽഡ്സ് അഥവാ വീണ്ടെടുക്കാൻ വിളനിലകൾ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം കുറച്ച് അഗ്രികൾച്ചറിന്റെ കുറച്ച് ഇമ്പോർട്ടൻസും അതിന്റെ കുറച്ച് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ വായിച്ചു വെക്കുക. അതിനുശേഷം എല്ലാ കൊല്ലവും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് അഥവാ ജീവാണുവളങ്ങൾ. ഓക്കെ, അത് എന്തായാലും പഠിച്ചു വെക്കുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്, അതിൽ വരുന്നതാണ് ഏതൊക്കെ, നമ്മൾ പിസികൾച്ചർ, എപ്പികൾച്ചർ, ക്യൂണിക്കൾച്ചർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, അതൊക്കെ. ഓക്കെ, റെഡി. അതിനുശേഷം നമ്മുടെ സോയിൽ ഇല്ലാതെ ചെയ്യുന്ന ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും അതും നോക്കി വെക്കാം. പിന്നെ പലതരം ബ്രീഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അതും കൂടി നോക്കി വെക്കാം. ഓക്കെ, അത് എപ്പോഴും നമ്മളോട് ഓഡ് വൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് പിന്നെ വരുന്നത് ക്ലാസിഫിക്കേഷൻ, വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്ന 4th ചാപ്റ്ററാണ്. അത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് വൺ ടാക്സോണമിക് ഹൈറാർക്കി, വർഗീകരണ തലങ്ങളാണ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീൻ, സ്പീഷീസ്. ആ ഒരു സാധനം എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ്, പല സയൻറ്റിസ്റ്റുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ സയൻറ്റിസ്റ്റും എന്ത് സംഭാവനയാണ്, എന്ത് കോൺട്രിബ്യൂഷനാണ് തന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതെന്ത് ചെയ്യേണ്ടി വരും, ചേരുംപടി ചേർക്കാൻ. അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു, മാച്ച് ദ ഫോളോവിങ്, അത് ചോദിക്കും. ഓക്കെ, പിന്നെ അത് ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി, ജീവികൾക്ക് സയൻറ്റിഫിക് നെയിം കൊടുക്കുന്ന പരിപാടി, അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതെങ്ങനെയാണ് പരിപാടി എന്നുള്ളതൊക്കെ പഠിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ 5 and 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും 6 കിങ്ഡം ക്ലാസിഫിക്കേഷനും, അതിലെ ഓരോ കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്താണ്, അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കി വെക്കുക. അത്രയും കാര്യങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ ബേസിക് സയൻസിലെ ബയോളജിക്ക് 20 ഇനി ഒരു 20 ഒരു 18 എന്തായാലും നിങ്ങൾക്ക് കിട്ടും, A+ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വരുന്ന ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇത് ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഞാനും ഫാസിൽ സാർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പറഞ്ഞുതരും. അപ്പൊ എല്ലാവരെയും നമുക്ക് ലൈവിൽ കാണാം. അപ്പൊ ഈ ഒരു നമ്മളെ വീഡിയോന്റെ താഴെ എന്ത് ചെയ്യുക, എല്ലാവരും ഒരു ഓൾ ദി ബെസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് ജസ്റ്റ് ഒന്ന് പ്രഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്തോളൂ. ഓക്കെ, നിങ്ങളൊരു പ്രഡിക്ഷൻ കിനിങ്ങായി.